നമസ്കാരം. മധുരയിൽ CPM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു. MA ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി. CC-യിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരിക്കലുമില്ലാത്ത തർക്കവും വോട്ടെടുപ്പും. ബേബി ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കും. ഇത് 24ാം പാർട്ടി കോൺഗ്രസിന്റെ ചുരുക്കെഴുത്ത്. ഇനി 25ാം പാർട്ടി കോൺഗ്രസ്, ഈ 24ാം പാർട്ടി കോൺഗ്രസിൽ അവരുടെ രാഷ്ട്രീയ കരട് രേഖയിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ ചർച്ചയ്ക്ക് വിധേയമായ വിഷയങ്ങളിൽ നിരവധി കാര്യങ്ങൾ പറഞ്ഞിരുന്നു. തൊഴിലാളി വർഗത്തോടൊപ്പം നിൽക്കുക, ഗ്രാമങ്ങളിൽ പാർട്ടി വളർത്തുക, അങ്ങനെയുള്ള തെറ്റുപറ്റി, ഇങ്ങനെയുള്ള തെറ്റുപറ്റി, ഹിന്ദു വോട്ട് കുറഞ്ഞു, വർഗീയത വളർന്നു, ഇങ്ങനെയുള്ള കുറേ കണ്ടെത്തലുകൾ. ഇങ്ങനെ ഈ കണ്ടെത്തലുകളൊക്കെ അങ്ങനെ തന്നെ ആ കണ്ടെത്തിയ കണ്ടെത്തലുകൾ പാർട്ടി തിരുത്തണമെന്ന് പറഞ്ഞ് അതുപോലെ മടക്കി അലമാരയിലേക്ക് വെക്കുന്നു. ഇനി അടുത്ത 3 കൊല്ലം കഴിഞ്ഞ് വീണ്ടും ഇത് തന്നെ പറയുന്നു. ഇത് നാം ഇവിടെ ഇപ്പോൾ പറയാൻ കാര്യം, തൊഴിലാളി വർഗത്തെ കൂടെ ചേർത്ത് നിൽക്കുക, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിലൂടെ വളർന്ന പാർട്ടിയെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിലൂടെയേ ഇനിയും വളരാൻ പറ്റൂ എന്നൊക്കെ തുടങ്ങി കടിച്ചാ പൊട്ടാത്ത, കേൾക്കാൻ സുഖമുള്ള, സംസ്കൃതം കലർന്ന നിരവധി വാക്കുകൾ നാം ഈ കരട് പ്രമേയ ചർച്ചയിൽ, രാഷ്ട്രീയ കരട് പ്രമേയ ചർച്ചയിൽ കേട്ടു. നാം ഇതിപ്പോ ഈ രാഷ്ട്രീയ കരട് പ്രമേയ ചർച്ചയിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ആയമാരെ കുറിച്ച് പറഞ്ഞു, ആശാവർക്കർമാരെ കുറിച്ച് പറഞ്ഞു, നഴ്സറി സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന സാധാരണ പാചക തൊഴിലാളികളെ കുറിച്ച് പറഞ്ഞു, അല്ലാതെയുള്ള സർവ്വ തൊഴിലാളികളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നാം പറയുന്നത് ആശാവർക്കർമാരെ കുറിച്ചും പറഞ്ഞു എന്ന്. ആശാവർക്കർമാരുടെ സമരം ഈ പറയുന്ന രീതിയിൽ 50 ദിവസം കഴിഞ്ഞും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ മുഖ്യമന്ത്രി ഒന്ന് എത്തി നോക്കിയാൽ, അദ്ദേഹത്തിന്റെ നോർത്ത് ബ്ലോക്കിൽ നിന്ന്, അദ്ദേഹം ഇരിക്കുന്ന സീറ്റിൽ നിന്ന് ജനാല വഴി ഒന്ന് നോക്കിയാൽ കാണാവുന്ന അടുത്ത് അത്രയും ദൂരത്ത് കിടക്കുന്ന ആ 50 കഴിഞ്ഞ സ്ത്രീകളെ, അല്ലെങ്കിൽ പോട്ടെ 50 അല്ല, സ്ത്രീകൾ എന്ന് പറയാ, സ്ത്രീ സമൂഹത്തിനെ ചേർത്ത് നിർത്തണമെന്നും നിർത്തിയെന്നും ഒക്കെ അവകാശപ്പെടുന്ന ഈ ഇടതു സർക്കാർ ഒന്ന് എത്തി നോക്കിയാൽ, ജനാല വഴി ഒന്ന് എത്തി നോക്കിയാൽ മുഖ്യമന്ത്രി നിങ്ങൾക്ക് കാണാമെന്ന അകലത്തിൽ കിടക്കുന്ന അവർ അവിടെ കിടക്കുമ്പോഴാണ് നിങ്ങൾ ഇവിടെ മധുരയിൽ പാർട്ടി കോൺഗ്രസ് കൂടിയതും അവിടെ നിങ്ങൾ തൊഴിലാളി വർഗത്തെ ചേർത്ത് നിർത്തണമെന്നും ഗ്രാമങ്ങളിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ പഴയതുപോലെ പാർട്ടിയോട് അടുപ്പമില്ലെന്നും ഒക്കെ ആദർശ പ്രസംഗം നടത്തി തിരികെ വന്ന് നിങ്ങളുടെ സഖാക്കളൊക്കെ നിങ്ങളും മധുരയിൽ നിന്ന് തിരികെ വന്ന് ബേബിയെ പാർട്ടി ചുമതല ഏൽപ്പിച്ച് വന്ന് നിങ്ങളുടെ സ്ഥാനങ്ങളിൽ പാർലമെന്ററി തലത്തിൽ നിങ്ങൾ മന്ത്രിമാരായവരൊക്കെ, പാർട്ടിയിൽ നിന്ന് മന്ത്രിമാരായി വന്ന് അവരുടെ ആസനങ്ങൾ ഉറപ്പിച്ച് ഇരിപ്പിടങ്ങളിൽ ഇരിക്കുമ്പോൾ ഇന്ന് തൊഴിൽ മന്ത്രി ആശാവർക്കർമാരെ പിന്നെയും സമരത്തിന് വിളിച്ചിട്ടുണ്ട്. പാർട്ടി നിയോഗിച്ച ജനറൽ സെക്രട്ടറി ഈ കഴിഞ്ഞ പ്രമേയ ചർച്ചയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നു, കേന്ദ്രം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അറിയാതെ ഇവർ ഈ സമരം ചെയ്യുന്നതിൽ അർത്ഥമില്ലെന്ന്. നാണമില്ലേ ജനറൽ സെക്രട്ടറി? നിങ്ങളെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുന്ന പാർട്ടി അവതരിപ്പിച്ച കരട് പ്രമേയത്തിൽ, ആ കരട് പ്രമേയ ചർച്ചയിൽ എന്തൊക്കെയാണ് പറഞ്ഞത്, എന്തൊക്കെയാണ് നിങ്ങൾ കേട്ടത്, നിങ്ങൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത് ഒക്കെ കുഴിച്ചു മൂടിയിട്ട് എല്ലാം മാറ്റിവെച്ചിട്ട് ആശാവർക്കർമാരുടെ സമരം പറയുമ്പോൾ അവരെ സമരം നയിക്കുന്നതിന് ഒരു SUCI എന്ന ഇടതു പാർട്ടി കൂടെ നിന്നതിന്റെ ജാള്യത മറയ്ക്കാനായി എന്തിന് നിങ്ങൾ ഈ കേന്ദ്രത്തെ പഴിചാരുന്നു? ഇന്നിതാ തൊഴിൽ മന്ത്രിയെ കണ്ടു. തൊഴിൽ മന്ത്രിയോട് അവർ ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഏതായാലും ഇതുവരെയുള്ള ശരീരഭാഷയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആരോഗ്യമന്ത്രി വളരെ സൗമ്യമായി പറഞ്ഞു, കമ്മീഷനെ നിയോഗിക്കും, കമ്മീഷൻ പഠിക്കട്ടെ. 3 മാസമല്ല, 1 മാസം എടുത്ത്, ഇത്രയും ഒരു നീണ്ട നാളത്തെ 3 മാസത്തെ സമയമെടുത്തുള്ള കമ്മീഷൻ അംഗീകരിക്കില്ല എന്ന് ആശമാർ പറഞ്ഞപ്പോൾ അതും പരിശോധിക്കാമെന്നൊക്കെ. ഏതായാലും പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു വന്നതിന്റെ ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ കേട്ടതിന്റെ ഒരു ചെറിയ, അതായത് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ക്ഷണിതമായിട്ടൊക്കെ മന്ത്രിയെ ആക്കിയതിലും വിമർശനം, ആരോഗ്യമന്ത്രി ആക്കിയതിലും ഒക്കെ വിമർശനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും കേരള സമൂഹം മനസ്സിലാക്കേണ്ടത് ഒന്ന് മാത്രം, ഇവർ ഈ പറയുന്ന രീതിയിൽ എഴുതി വെച്ച വാക്കുകൾ, അവരെഴുതി തയ്യാറാക്കിയ ലിഖിതങ്ങളിൽ
വായിക്കുക, വായിച്ച് പുളകിതരാകുക, പ്രസംഗിച്ച് വാചാലരാകുക എന്നതിനപ്പുറം അവർക്ക് കാര്യമായ എന്തെങ്കിലും അർപ്പണബോധം ഈ കാണുന്ന തൊഴിലാളി വർഗത്തോട് ഉണ്ടായിട്ടുണ്ട് ഈ സമ്മേളന ശേഷം എങ്കിൽ ഇന്ന് ഈ തൊഴിൽ മന്ത്രിയുമായി, ശിവൻകുട്ടി എന്ന തൊഴിൽ മന്ത്രിയുമായി ഇവർ നടത്തിയ ചർച്ച, ഈ പറയുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ വന്നിരുന്ന് വളരെ മയത്തോടെ സംസാരിച്ച ഈ ഭാഷ്യത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമരം ഒത്തുതീർപ്പാക്കണം. ഈ ആയമാർ 57-58 ദിവസമായിരിക്കുന്നു, മഴ കനത്തു തുടങ്ങിയിരിക്കുന്നു. വെയിലാണെങ്കിൽ വെയില്, മഴയെങ്കിൽ മഴ. ആ കിടക്കുന്നത് സ്ത്രീകളാണ്, നിങ്ങളുടെ അമ്മമാരാണ്, നിങ്ങളുടെ സഹോദരിമാരാണ്. നിങ്ങളത് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾ ഒരു വേള അവരെ ചർച്ചയ്ക്ക് വിളിക്കുകയാണെങ്കിൽ ഈ പറയുന്ന അവരും നിങ്ങളും തമ്മിലുള്ള മഞ്ഞ് ഉരുകും. അവർ മുഖ്യമന്ത്രി പറയുന്നത് ചെവിയോർത്ത് കേൾക്കും, അവർ അംഗീകരിക്കും. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ഈഗോ അവസാനിപ്പിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് അവരെ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല? ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി നിങ്ങളുടെ മുന്നേ സഞ്ചരിച്ച പല മുഖ്യമന്ത്രിമാരെയെങ്കിലും ഇനിയെങ്കിലും ഒരു വേള ഓർത്തു നോക്കേണ്ടതാണ് എന്ന് മാത്രമേ കേരള സമൂഹത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളൂ. ഇനിയിപ്പോ പാർട്ടി സെക്രട്ടറി, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ബേബി ഒക്കെയും ഭരണത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് തൊഴിലാളി വർഗ സ്നേഹം, ആശമാരെ കൂടെ നിർത്തണം, പാർട്ടി ഗ്രാമങ്ങളിലേക്ക് ചെല്ലണം ഒക്കെ ആദർശം പറഞ്ഞ് ലിഖിതമായി എഴുതി വെച്ച് പറഞ്ഞ് സംസാരിച്ച് സഞ്ചിയും തൂക്കി ഭുജിയായിരുന്നു കൊണ്ട് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അച്ചടി ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു, കേന്ദ്രത്തോട് ചോദിക്കേണ്ടത് കേന്ദ്രത്തോട് ചോദിക്കണമായിരുന്നു, ആശമാർക്ക് ആശയക്കുഴപ്പം പറ്റി. ഏതായാലും പറയാൻ സുഖമുള്ള വാക്കുകൾ കേൾക്കുന്നവർക്കും സുഖമുള്ള രീതിയിൽ പറയുന്ന നിങ്ങൾ ഇനിയും ഇതുപോലെ അടുത്ത 3 കൊല്ലം കഴിയുമ്പോൾ പറയാനും കേൾക്കാനും സുഖമുള്ളതായി പലതും എഴുതി വെക്കും, വായിക്കും, കേൾക്കും, പൊടിയും തട്ടി എഡിറ്റിംഗ് പോരും.